സാറിന്റെ പപ്പയാണോ വന്നിരിക്കുന്നത്? സാറിന്റെ പപ്പയുടെ ആത്മാവിനെയാണല്ലോ സാറ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കും? ആരായിരിക്കും? ഞാൻ തേടുന്ന ആളായിരിക്കോ? ആരായാലും ആളിനെ അറിയണം. ആരും കാണുന്നില്ലല്ലോ. ആരാ ബെല്ലടിച്ചത്? കിരണായിരുന്നോ? സാർ എന്നെ ഈ സമയത്ത് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ കുട്ടിയായിരുന്നു. അല്ല, കിരൺ എന്താ വന്നത്? ഞാൻ സാറിനെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. ആ, വരൂ. ഇരിക്കൂ. താങ്ക് യു. സത്യം പറഞ്ഞ ഞങ്ങളിവിടെ കുട്ടിയല്ല പ്രതീക്ഷിച്ചത്. പിന്നെ ആരെയാ പ്രതീക്ഷിച്ചേ? അല്ല, കിരൺ എന്താ തനിച്ച് ഈ വഴി? ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താ എന്റെ ബോക്സിംഗ് അക്കാഡമി. ഓ, ഞാനവിടെ പ്രാക്ടീസിന് വരുന്നുണ്ട് സാർ. സാറിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സാറിനെ കാണാനും വന്നിരുന്നു. ആ, ജോസഫേട്ടൻ പറഞ്ഞായിരുന്നു. അല്ല, എന്തിനാ വന്നേന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ കാര്യം ജോസഫേട്ടനോട് പറഞ്ഞിരുന്നില്ല. മോൾക്ക് കുടിക്കാൻ? നോ താങ്ക്സ്, ഇപ്പൊ ഒന്നും വേണ്ട. എന്റെ ഫോണിന് എന്തോ തകരാറുണ്ട്. അത് 2 തവണ താഴെ വീണു. ഞങ്ങൾ അന്വേഷിച്ച അംബിക എന്ന സ്ത്രീയെ കണ്ടെത്താൻ സാർ ആത്മാർത്ഥമായിട്ട് ഒന്ന് ഇടപെടണം. അത് പറയാനാ ഞാൻ വന്നത്. അല്ല, മോഴക്കുന്നിൽ നിന്നും ഒരു കുട്ടികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്നില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത്? നമ്മുടെ കോളേജിലെ കുട്ടിയാണെന്ന് പറഞ്ഞാലല്ലേ സാർ ഇടപെടൂ. അതുകൊണ്ട് അന്ന് അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്കൊപ്പം മുമ്പ് പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് സാർ അംബിക. ആ കുട്ടിയുടെ അമ്മയെ കണ്ടെത്താൻ സാർ ആത്മാർത്ഥമായിട്ട് ഒന്ന് സഹായിക്കണം. വളരെ അത്യാവശ്യം സാർ. ഓക്കെ, ഞാനത് ഗൗരവമായി തന്നെ എടുക്കാം. അല്ല, കിരൺ 9 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറാനുള്ളല്ലേ? കിരൺ പൊയ്ക്കോ. താങ്ക് യു സാർ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, എന്താ ജീപ്പ് എടുക്കാതെ സ്കൂട്ടറി വന്നേ? ബോക്സിംഗ് അക്കാഡമിയിലേക്കുള്ള റോഡ് സാറിന് അറിയാലോ. ആ, ശരിയാ. അതെ, സൂക്ഷിച്ചു പോണം. താങ്ക് യു സാർ. ഞാൻ സൂചിപ്പിച്ച കാര്യത്തിൽ സാർ ആത്മാർത്ഥമായിട്ട് ഒന്ന് ഇടപെടണേ. വേണ്ടത് ചെയ്യാം. ഓക്കെ സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാർ, ആ കുട്ടിയുമായി സാറ് നല്ല പരിചയത്തിലാണല്ലോ. അത് ജോസഫേട്ടൻ എങ്ങനെ മനസ്സിലായി? ആ കുട്ടി സാറിനെ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോ സാറിനെ പറ്റി എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. സാറിനോട് പ്രത്യേകമായി എന്തോ സ്നേഹവും ബഹുമാനവുമുള്ള കുട്ടിയാണ് കിരൺ എന്ന് തോന്നി. ആവശ്യമില്ലാത്ത തോന്നലൊന്നും ജോസഫേട്ടന്റെ ചിന്തയിൽ വേണ്ട. പപ്പയുടെ മുറി അടച്ചിട്ട്. ശരി സാർ. അല്ല, ഗബ്രിയേൽ സാറ് വിചാരിച്ച എന്റെ അമ്മയെ കണ്ടെത്തി തരാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഞങ്ങൾ ഗബ്രിയേൽ സാറിനെ തന്നെ അപ്രോച്ച് ചെയ്തത്. ഗബ്രിയേൽ സാറ് ആളെ കണ്ടെത്തി തരാന്ന് ഏറ്റോ? സാർ ഏറ്റതുപോലെ പറഞ്ഞത്. എന്തായാലും സാറ് വളരെ ഗൗരവമായിട്ട് തന്നെയാ ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. അപ്പോ 2 ദിവസത്തിനുള്ളിൽ ഇവന്റെ അമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുമായിരിക്കും അല്ലേ? കേട്ടിടത്തോളം ഇക്കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇവന്റെ അമ്മ അംബിക എവിടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയേൽ സാറിന്റെ ഒരു കോള് വരാല്ലേ? ഗബ്രിയേൽ സാർ വിളിക്കുന്നു. ഇത് അൺനോൺ നമ്പറാ. കിരൺ, നിന്റെ ഫോണിൽ വന്നതുപോലെ എനിക്കും അൺനോൺ നമ്പർ കോൾ.
നിനക്കും ആ കോള് വന്നോ? അതെന്താ അങ്ങനൊരു കോള്? ആ കോൾ എടുക്കുക. ആ, അല്ല നിങ്ങൾ സൂചിപ്പിച്ചിരുന്ന ആളുടെ കോളല്ലേ ഇത്? ആ കോൾ ഞാൻ എടുക്കാം. ആ കോള് കട്ടായി. കിരണ് വന്നതുപോലെ നിന്റെ ഫോണിലേക്ക് അൺനോൺ നമ്പർ വരണമെങ്കിൽ ഇതൊരു സീരിയസ് പ്രശ്നമാണല്ലോ. അതെ, ഇതൊരു തമാശ കളിയാവില്ലേ? നിങ്ങളുടെ രണ്ടുപേരെ നമ്പർ അറിയുന്ന ഒരാൾ, അങ്ങനെ ഒരാളായിരിക്കും ഈ കോളിന് പിന്നിൽ. ഇത് ഏതവനാണെങ്കിലും വിളിച്ചവനെ കൈ കിട്ടിയ ഈ ബിസ്ക്കറ്റ് പൊടിക്കുന്ന പോലെ പൊടിക്കും ഞാൻ. നിങ്ങൾ ടെൻഷൻ ആവാതെ കോള് വീണ്ടും വന്ന ഞാൻ കൈകാര്യം ചെയ്തോളാം. അവൻ പിന്നീട് ഒരിക്കലും നിങ്ങളെ വിളിക്കില്ല. നീ എന്ത് ചെയ്യും? വൃന്ദേ, കോള് സ്പീക്കറിലിട്. ഹലോ, ആരാ? ഹലോ, ആരാ നിങ്ങള്? ആരവിനെ നിങ്ങൾ സംരക്ഷിക്കരുത്. അവനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും. നീ ചോദിക്കേ, നിന്നെ പറ്റിയില്ലേ? ഇപ്പൊ നിനക്ക് നാവില്ലേ ചോദിക്കാൻ? ഡാ, നീ ആരാ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നേരിട്ട് ഞങ്ങളുടെ മുന്നിൽ വാ. അതെ, അൺനോൺ നമ്പറിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലൊന്നും ഞങ്ങൾ പേടിക്കില്ല. സത്യം പറ, നീ ആരാ? എടാ, അന്തസ്സുള്ളവനാണെങ്കിൽ നീ നിന്റെ പേര് പറ, അഡ്രസ് പറ, ധൈര്യം ഉണ്ടെങ്കിൽ പറയടാ. ആരവ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ? ദേ, ഇനി ഇതുപോലുള്ള അനോണിമസ് കോൾ ചെയ്താ നിന്നെ ഞങ്ങളെ പോലീസിൽ ഏൽപ്പിക്കും. എന്താണോ നിനക്ക് നാവില്ലേ? കോള് കട്ടായി തോന്നുന്നു. എടാ, നീ എന്താടാ അവനോട് മിണ്ടായിരുന്നേ? ഞാൻ ബുദ്ധിപൂർവ്വം മിണ്ടാതിരുന്ന അല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണല്ലോ ഫോണിൽ വിളിച്ച ആള് പറഞ്ഞേ. അപ്പൊ ഞാൻ സംസാരിച്ച അയാള് പറയുന്നത് സത്യമാണെന്ന് വരില്ലേ? അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നേ. ഇവൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ആരോ കോൾ ചെയ്തതാ. എനിക്ക് പേടിയായി തുടങ്ങി. ഫോണിൽ വിളിച്ചയാള് പോലീസിനെ അറിയിക്കോ? അയാള് പോലീസിൽ അറിയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയെങ്കിൽ നമ്മളെ എന്തിനാ വിളിക്കുന്നേ? പോലീസിനെ വിളിച്ചാ പോരെ? എന്റെ സംശയം ആ CCTV ആണോന്നാ. അല്ല, അയാൾ എന്തിനാ ഇങ്ങനൊരു കോൾ ചെയ്യുന്നേ? അയാളാള് സ്ട്രേറ്റ് ഫോർവേഡാ. കിരണിന്റെ ഒരു സിം കാർഡ് അയാളുടെ കൈ കൊടുത്തിരിക്കയല്ലേ, അതിൽ നിന്ന് വൃന്ദയുടെ നമ്പർ തപ്പിയെടുത്ത് പണി തന്നതായിക്കൂടെ? ബട്ട് ആരവ്, ആ പേര് അയാൾക്ക് എങ്ങനെ അറിയാം? കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും നാളെ ആവട്ടെ. ഈ അൺനോൺ നമ്പർ കളി എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിച്ചാൽ എവിടെ എത്തില്ല. എല്ലാരും വന്ന് കിടക്ക്.